Hello, hi dear friends, welcome back to my YouTube channel SULUZDIARIES. ഞാൻ അജ്മി സുൽത്താന. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ആമ്പലിനെ പറ്റിയാണ്. ആമ്പലിൻ്റെ പോണ്ടിൽ വെള്ളം നല്ല ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ആമ്പലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആമ്പലിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊരു ജൈവവളമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് വെള്ളം ഇത്രയും ക്ലിയർ ആയിട്ട് കിടക്കുന്നത്, അതിന് എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് എന്നെ ഈ സൈഡിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ 7034016964. ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരാൻ കഴിയും. അപ്പോൾ എല്ലാവരും കഴിയുന്നത് വാട്സപ്പ് മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ കഴിയും. ഇപ്പോൾ ഈ പോണ്ടിൽ നല്ല പച്ച കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ഈ വെള്ളം വല്ലാണ്ട് ഇങ്ങനെ ആൽഗയൊക്കെ കയറിയിട്ട് പച്ച കളറായിട്ട് കിടക്കും. അപ്പോൾ ആ സമയത്ത് അത്രയും അതുണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പായിട്ട് മാസത്തിൽ 1-2 തവണ ഒരു കിഴി കെട്ടിയിട്ട് ഞാൻ ഈ മണ്ണിന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും. ഇപ്പോൾ ഈ പോണ്ടിലൊക്കെ ഒരു 1.5 മാസം ആയിട്ടുണ്ട് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തിട്ട്. അപ്പോൾ എല്ലാത്തിലും ചെയ്യുമ്പോൾ ഞാൻ ഒരുമിച്ച് എല്ലാ പോണ്ടിലും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് ഇത്രയും 2 മാസം ആയെങ്കിലും വലിയ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഇല്ല. അതുപോലെ തന്നെ വേറെ 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കിഴി കെട്ടിയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കിഴി കെട്ടാനായിട്ട് എടുത്തേക്കുന്ന ഒരു ചെറിയ തോർത്തിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു പഴയ ഏതെങ്കിലും തുണി മതി, കുറച്ച് കട്ടിയുള്ള തുണിയായിരിക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു 2 സ്പൂണ് നമ്മുടെ കുമ്മായം എടുത്തിട്ട് ഇത് ചെറിയ കിഴി പോലെ അല്ലെങ്കിൽ ചെറിയ പൊതി പോലെയൊക്കെ കെട്ടിവെക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള തുണി ആവാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ആ തുണി പൊടിഞ്ഞു പോകും. അങ്ങനെ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം മൊത്തത്തിലങ്ങ് സ്പ്രെഡായി പോകും. അങ്ങനെ സ്പ്രെഡായാൽ ചിലപ്പം ഗപ്പിക്കൊക്കെ അത് ദോഷമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കട്ടിയുള്ള തുണിയാണെങ്കിൽ അത് സ്ലോയിൽ പതുക്കെ അത് ഡിസോൾവ് ആയിട്ട് വെള്ളം മുഴുവനും അത് സ്പ്രെഡായി നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിടക്കും. അപ്പോൾ ഇത്രയും അളവിൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു കിഴി കെട്ടിയിട്ട് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ഇടയ്ക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മാസത്തേക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമേ വരത്തില്ല. അപ്പോൾ ഇതുപോലെ വേരിൻ്റെ ആ ഭാഗത്തുനിന്ന് കുറച്ച് ദൂരെയായിട്ട് മാറ്റി അത് കുഴിച്ചിട്ട് കൊടുത്തേക്കുവാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ കുറച്ച് ദൂരം ഭാഗത്തായിട്ട് വേണം ചെയ്യാനായിട്ട്. 1-2 കിഴി ഇടാം. അത് നിങ്ങൾ ചെയ്യുമ്പോൾ 1 ഇട്ട് നോക്കുക. എന്നിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും 2 ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് കുറച്ചൊരു ഗ്രീനിഷ് ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ അത് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 2 ദിവസം കഴിയുമ്പോൾ അത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കുറേ പോണ്ടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുമൊക്കെ നന്നായിട്ട് വെള്ളം ക്ലിയർ ആയിട്ട് തന്നെ കിടക്കുന്നത് കണ്ടോ, കാണാൻ പറ്റുമല്ലോ, കണ്ടോ. ഇതിലൊക്കെ നമുക്ക് വെള്ളം നല്ല ക്ലിയർ വാട്ടറാണ്. നേരത്തെ കാണിച്ച ചെറിയ പോണ്ടിൽ, ഈ പോണ്ടിലൊക്കെ ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിടക്കുന്നത്. ഈ കുമ്മായി ഇടുന്നതിന് പകരമായിട്ട് നമുക്ക് മാർക്കറ്റുകളിൽ ആൽഗെ പ്രോഡക്റ്റുകൾ കിട്ടാറുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഞാനങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഞാൻ ഈ കുമ്മായം ഇങ്ങനെ കിഴി കെട്ടി ഇടാറാണ് പതിവ്. അത് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മറ്റേതിന് ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം കൊണ്ടുള്ളത്, നമുക്ക് ഗപ്പിക്ക് കൊടുക്കുന്ന തീറ്റ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗപ്പിക്ക് കൊടുക്കുന്ന തീറ്റയിൽ നല്ല ക്വാളിറ്റിയുള്ള തീറ്റ തന്നെ നമ്മൾ കൊടുക്കണം. അങ്ങനെ നല്ല ഫുഡ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ളത്തിൽ പെട്ടെന്ന് ആൽഗ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നല്ല പ്രോഡക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കാൽഷ്യം പ്രോട്ടീൻ കണ്ടന്റുകളൊക്കെ കുറവായിരിക്കും. സാധാരണ എന്തെങ്കിലും ചീനിപ്പൊടി പോലുള്ള പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗപ്പിക്കും ഗുണം ചെയ്യത്തില്ല, നമ്മുടെ പോണ്ട് പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല ഫുഡുകൾ ഞാനിപ്പോൾ കൊടുക്കുന്ന ഈ ഫുഡാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇത് ഫ്ലേക്സ് ആണ്. ഇത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ഫ്ലേക്കാണ്.
ചെറിയ ബോൾസ് പോലുള്ള നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ പോണ്ട് ചീത്തയായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലേക്സ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ ഒരു ഫ്ലേക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗപ്പി ഫ്ലേക്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. അക്വേറിയം ഷോപ്പുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പി ഫ്ലേക്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് പഴയ ബോട്ടിലാണ് കേട്ടോ, പുതിയ ബോട്ടിലൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിക്കാൻ ഇരിപ്പില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഒരു 4-5 മാസമൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് നമ്മൾ പോട്ട് ചെയ്ത് ഒരു 2 മാസത്തേക്കൊന്നും വലുതായിട്ട് പ്രോബ്ലം ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് നല്ല ആൽഗയൊന്നും ഇല്ലാത്ത ടൈപ്പ് വെള്ളമൊക്കെ ആണെങ്കിൽ പ്രോബ്ലം ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഇടയ്ക്ക്. അത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം മുള്ളു പറ്റിക്കും. എന്നിട്ട് കുറച്ച് മീൻ ചിലപ്പോൾ അതിനകത്ത് കാണും, ഗപ്പി കാണും. ഇല്ലെങ്കിൽ കുറേ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റും, മിക്കവാറും മാറ്റാറില്ല. എന്നിട്ട് ഇതിൻ്റെ സൈഡിലുള്ള നമ്മൾ പാത്രം കഴുകുന്ന കമ്പി ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് നന്നായിട്ട് ഉരച്ച് സൈഡ് ഫുള്ള് കഴുകും. ജസ്റ്റ് ഒന്ന് ഉരയ്ക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ ഒച്ചിൻ്റെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഫുള്ളൊന്ന് ഉരച്ച് കളയുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകുക. എന്നിട്ട് നമ്മൾ വീണ്ടും വെള്ളം നിറയ്ക്കും. വേണമെന്നുണ്ടെങ്കിൽ 2 വെള്ളം കൂടി മാറി കൊടുക്കാം. അല്ല വെള്ളം മാറാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓസ് നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കവിഞ്ഞ് പോകുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ പോണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിടക്കും. ഇതിപ്പോൾ ചെറിയ പോണ്ടാണ്, നമ്മൾ ചട്ടി മേടിച്ചിട്ട് ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ പോണ്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, വലിയ പോണ്ടൊക്കെ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഉള്ള ആൽഗയൊക്കെ കയറി കഴിഞ്ഞാൽ. ആമ്പല് വളർത്താനായിട്ട് ഞാൻ ഇതുപോലുള്ള ചെറിയ ടബുകളും അതുപോലെ സിമെന്റിന്റെ ചെറിയ ചട്ടികളും ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പോണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതേ രീതിയിലാണ് ഫോളോ ചെയ്യാറുള്ളത്. ഇങ്ങനെ കുമ്മായം ഇടും. നമ്മൾ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നമ്മുടെ ആഗ്രോ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന കുമ്മായം ഉണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം മുമ്പ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് ഉള്ള ഒരു കാര്യമാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.